പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? നമുക്ക് മറക്കാൻ സയൻറ്റിഫിക്കലി ഇമ്പോസിബിളാണ്. നാം എക്സ്പീരിയൻസ് ചെയ്യുന്ന സകല കാര്യങ്ങളും നമ്മുടെ മനസ്സിന് ഓർക്കാൻ കഴിയും. എന്നാൽ വളരെ ശക്തമായ ഇമോഷണൽ കമ്പോണൻ്റ് ഉള്ള ചില സംഗതികൾ ഓർമ്മയിൽ നിന്ന് നമുക്ക് വീണ്ടും പുറത്തെടുക്കുവാൻ കഴിയും. ഒരു ചൊവ്വാഴ്ച ദിവസം നിനക്കൊരു വലിയ കാർ ആക്സിഡൻ്റ് ഉണ്ടായ കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരു ഭൂചലനം ഉണ്ടായതിനെക്കുറിച്ച് നീ കണ്ടതിനെക്കുറിച്ചും അല്ല ഞാൻ പറയുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സിഗ്നിഫിക്കൻ്റ് മീനിങ് കൊണ്ടുവന്നിട്ടുള്ള കാര്യമുണ്ടല്ലോ, അർത്ഥവത്തായിട്ടുള്ള സിഗ്നിഫിക്കൻ്റായിട്ടുള്ളൊരു കാര്യം, അത് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും, റീകോൾ ചെയ്യുവാനായിട്ട് പറ്റും. ഇന്നൽപ്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 51:10 ദൈവമേ, നിർമ്മലമായൊരു ഹൃദയമേ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. നമുക്ക് ദൈവത്തോട് ദിനംതോറും പ്രാർത്ഥിക്കാൻ പറ്റിയൊരു വാക്യം അത്. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയമേ ഞാൻ സൃഷ്ടിക്കണമേ, സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. സ്കൂളിൽ വെച്ച് ഗ്രാജുവേറ്റ് ചെയ്ത സംഗതികൾ, സ്പോട്ട് അവാർഡ്സ് കിട്ടിയത്, കല്യാണം നടന്നത്, ഒരു കുഞ്ഞുണ്ടായത്, ഒരു വലിയ പ്രൊമോഷൻ നിനക്ക് കിട്ടിയത്, ഇതെല്ലാം വലിയ ഓർമ്മയായിട്ട് നീ സൂക്ഷിക്കുന്നുണ്ട്. നിനക്കത് ഓർത്തെടുക്കാനും പറ്റും. എന്തുകൊണ്ടാണ്? ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. എന്നാൽ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ്, പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു പോയത്, വേണ്ടപ്പെട്ടവർക്കൊരു ഡിവോഴ്സ് നടന്നത്, ആക്സിഡൻ്റ് ഉണ്ടായത്, ചില ഫിസിക്കൽ അബ്യൂസസ് ഒക്കെ ജീവിതത്തിൽ നടന്നത്, ഇത് നമ്മൾ ഓർക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇങ്ങനെയുള്ള എക്സ്പീരിയൻസസ് അവയ്ക്കെല്ലാം ഒരു സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ നാമുമായിട്ടുണ്ട്. വെടിമരുന്ന് നിറച്ച ഒരു ബോംബ് പോലെ അതിരിക്കും. അതുമായിട്ട് ചേരുന്ന കൊച്ചൊരു ഇൻസിഡൻറ്റ് വന്നാൽ മതി, അത് ട്രിഗേർഡായിട്ട് തീരും. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിക്കുന്ന നിർമ്മലമായ ഹൃദയവും സ്ഥിരമായൊരാത്മാവിനെ എനിക്ക് തരണമെന്ന്. നീ ക്ഷമിച്ചാൽ ഈ ഗൺ പൗഡർ ഉണ്ടല്ലോ, അതിൽ നിന്ന് അങ്ങോട്ട് മാറ്റും. അപ്പം പിന്നെ നിനക്ക് ട്രിഗർ ചെയ്യാനും പറ്റത്തില്ല. ട്രിഗർ ചെയ്താലൊന്നും തൊട്ട് സംഭവിക്കത്തുമില്ല. ഇൻഫെക്ഷനെ റിമൂവ് ചെയ്താൽ ആ മുറിവ് പിന്നീട് വേഗത്തിൽ കരിയും, അല്ലേ? താൻ ക്ഷമ ചോദിച്ചതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജായിട്ട് കരഞ്ഞ് ദാവീദ് വേറൊരു കാര്യം ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. 51:7 സങ്കീർത്തനം, Psalm 51:7 ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ, ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. യേശു കർത്താവ് പത്രോസിനെ ഈ വിഷയം നല്ലവണ്ണം പഠിപ്പിച്ചു. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നമ്മളിൽ എത്ര പേർ അത് അനുസരിക്കുന്നുണ്ട്? മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 21-22 വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 18:21-22. അപ്പോൾ പത്രോസ് അവൻ്റെ അടുക്കൽ വന്നു, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട് 7 വട്ടമല്ല 70 വട്ടമെന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ചിലപ്പോൾ ഒരൊറ്റ ചോയ്സും ഒരു ഡിക്ലറേഷനും മതി ആഴത്തിലുള്ള ചില മുറിവുകൾ മാറാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ ചിലപ്പോൾ ചില മുറിവുകളുണ്ടാകുന്നത് വളരെ ഡീപ്പായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഹാബിറ്റും
ഫൊർഗീവ് ചെയ്താലും മറക്കാതെ പിന്നെയും പിന്നെയും പൊക്കി എടുത്തുകൊണ്ട് വരുന്നതായിരിക്കും. അതപ്പോൾ വാസ്തവത്തിൽ ഫൊർഗീവ്നെസ് ആയിരിക്കുമോ? ഞാൻ പറയട്ടെ, ഇന്ന് മുതലൊന്ന് ശ്രമിച്ചേ ക്ഷമിക്കാനായിട്ടുള്ള ഫൊർഗീവ്നെസ്സിൻ്റെ ഒരു യാത്ര ഇന്ന് നമുക്ക് ആരംഭിക്കാം. കുറച്ച് സമയം എടുക്കുമായിരിക്കും, പക്ഷേ നീ നിന്നെ തന്നെ അതിന് വേണ്ടി ഒന്ന് അനുവദിച്ച് ആ ഒരു പ്രോസസ് സ്റ്റേജിൽ നമ്മളെത്താൻ. നമ്മൾ ഒരു മിറക്കിളാണ്, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വിലയുണ്ട് കേട്ടോ. ആ വിലയേറിയ രക്തം കൊടുത്ത് കർത്താവ് വാങ്ങിച്ചതാണ്. നമുക്ക് അവൻ രക്തം ഊറ്റി തന്നതാണ്. ആ രക്തത്തിൻ്റെ വിലയാണ് നമ്മൾ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ചില ആൾക്കാരൊക്കെ എപ്പോഴും നിരാശയാൽ അങ്ങ് വാടിയിരിക്കും. അവരുടെ മുഖം ഒന്ന് സന്തോഷിച്ച് കാണാനോ ഒന്ന് ചിരിച്ച് കാണാനോ നമ്മൾ ആഗ്രഹിച്ചാലും നടക്കത്തില്ല. നമുക്കറിയാം, ഈയിടെ എല്ലാം പലവിധമായിട്ടുള്ള ന്യൂസുകൾ പത്രത്തിൽ വരുന്നത് നമ്മളെ വേദനിപ്പിക്കുന്നതായിരുന്നു. എസ്പെഷ്യലി വയനാടുണ്ടായ ഭൂചലനം, അതിനൊക്കെ മുമ്പ് കൂടുതൽ ഓരോരുത്തർ മരിച്ചതും അങ്ങനെയുള്ള ലോക്ക്ഡൗണുകൾ കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ നമ്മളതെല്ലാം മറന്നുകൊണ്ട് വരിക. ദിവസം മുന്നോട്ട് പോകുന്നതോടെ നമ്മളതൊക്കെ മറക്കും. എന്നാലിത് ഓർത്ത് വെച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ സ്ട്രെസ് ഉണ്ടാക്കും. സ്ട്രെസ്സ് വന്നാൽ എന്നാ ചെയ്യും? നമുക്ക് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ വരാൻ വേണ്ടി നമ്മൾ അഡാപ്റ്റ് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്യും, ചേഞ്ച് ചെയ്യും. നിങ്ങളാരെങ്കിലും ജീവിതത്തിൽ കൊടും നിരാശ അനുഭവിച്ചിട്ടുള്ളത് ഓർക്കുന്നുണ്ടോ? ചില സെറ്റ് ബാക്ക്സ് നിമിത്തം സഫർ ചെയ്യേണ്ടി വന്നത് ഓർക്കുന്നുണ്ടോ? ജോലി പോയവരെത്ര പേരാ? സേവിങ്സ് നഷ്ടപ്പെട്ട്, ബിസിനസ് നഷ്ടപ്പെട്ട് എത്ര പേരാണ് ഈ നാളിൽ സഫർ ചെയ്യുന്നത്? ചില ആൾക്കാർക്ക് അവരുടെ ഫ്രണ്ട് മരിക്കുക എന്ന് പറഞ്ഞാലും ആ ഡൈയിങ് ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ ഡൈയിങ് പേരൻസിൻ്റെ അടുത്ത് ഒന്ന് ഹോസ്പിറ്റലിൽ പോയി അവരെ കാണാനുള്ള മനസ്സില്ല. ചിലരാണെങ്കിൽ ഭയപ്പെട്ട്, എനിക്കറിയാം, ഹോം സ്കൂൾ തുടങ്ങിയ 1-2 കൂട്ടരെ എനിക്കറിയാം. വേദനയുടെയും മരണത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും ഒക്കെ സ്റ്റോറീസ് വളരെ ഇൻറ്റൻസ് ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പ്രൈസ് ഗോഡ്. എന്നാൽ യേശു കർത്താവിനെ ഒരു കൂട്ടം അറിയുന്നതും വളരെ വിസ്താരത്തിൽ വളരെ വലുതായിട്ട് അനേകർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക. ക്രിസ്ത്യൻസ് ആർ വേക്കിംഗ് അപ്പ് എന്ന് ഞാൻ പറയും. പ്രൈസ് ഗോഡ്. അവർ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ, പൊളിറ്റിക്സിൻ്റെ കാര്യത്തിൽ, ജസ്റ്റിസ് ഇഷ്യൂസിൻ്റെ കാര്യത്തിൽ, ബിസിനസ്സിൻ്റെ കാര്യത്തിൽ, ഓരോ കമ്മ്യൂണിറ്റിയുടെ ആവശ്യത്തിൻ്റെ കാര്യത്തിലെല്ലാം അവർ ഇറങ്ങി ഇടപെടുകയാണ്. പൗലോസിന് ഈ ഒരു ട്രെൻഡ് മനസ്സിലായി. അതുകൊണ്ട് അവസാനം താൻ കൺക്ലൂഡ് ചെയ്തൊരു വാക്യമാണ് റോമാലേഖനം 8:28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. മക്കളെ, ഞാനിത് നിങ്ങളോട് പറയുന്നത് നിങ്ങളിൽ കൂടുതൽ ധൈര്യം വരാൻ വേണ്ടിയാണ്. നമുക്ക് ഒരു പ്രോത്സാഹനവും കിട്ടാതെ നാം എൻകറേജ്ഡായിട്ട് ഇരിക്കാതിരിക്കുമ്പം നമുക്ക് വേറൊരു വ്യക്തിയെ എൻകറേജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. And it's even harder when unforgiveness has taken hold of your life. മനസ്സിലായല്ലോ? അതുകൊണ്ട് മറ്റുള്ളവരോട് ക്ഷമിക്കുക. ഗവൺമെൻറ്റിനോട് പോലും നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. അൺബിലീവേഴ്സിനോട് ക്ഷമിക്കാൻ കഴിയണം. നിന്നെ വേദനിപ്പിച്ച ഏത് സംഗതികളാണെങ്കിലും നാം ക്ഷമിക്കണം. ദാവീദ് രാജാവിൻ്റെ പ്രാർത്ഥന അതുകൊണ്ടാണ് താൻ പ്രാർത്ഥിക്കുന്നത്. നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമെന്ന്. നീ നിൻ്റെ ഹൃദയത്തെ ഒന്ന് ക്ലീനപ്പ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ അത് നിറയുന്നത് നന്മ കൊണ്ടാണ്. ആ നന്മ നമുക്ക് പിന്നെ മറ്റുള്ളവരിലേക്ക് പകരപ്പെടുവാൻ കഴിയും. അതുകൊണ്ട് എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ദിവസങ്ങൾ നിൻ്റെ മുമ്പിൽ വന്നാലും നീ ആ വഴിയിൽ കൂടെ തന്നെ ധൈര്യത്തോടെ മുന്നോട്ട് പോകും. അനേകർക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ നീ ധൈര്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ നിനക്കവിടെ നന്മ ദർശിക്കുവാൻ, ആ ഡാർക്ക് പ്ലേസസിൽ, ഇരുണ്ട മൂലയിൽ പോലും നിനക്ക് വെളിച്ചം കണ്ടെത്തുവാൻ പറ്റും. എല്ലാ ഫ്രസ്ട്രേഷൻസും, നിരാശകളും നഷ്ടങ്ങളും എല്ലാം ദൈവത്തെ ഏൽപ്പിച്ചിട്ടിരിക്കുക. അവൻ ജീവിതത്തിലേക്ക് നന്മകൾ കൊണ്ടുവരുന്ന കാണാൻ പറ്റും. ഗോഡ് വിൽ വർക്ക് ഓൾ ദി ഡിഫിക്കൽട്ടീസ് ഫോർ ഗുഡ്. എല്ലാം നന്മയ്ക്കായിട്ട് അവൻ തീർക്കും. അവൻ്റെ വചനം നമ്മളെ അത് അടിവരയിട്ട് ഓർപ്പിക്കുന്നില്ലേ? അതുകൊണ്ട് ഇറ്റ് ഈസ് അപ് ടു യു ടു ബിലീവ്. വിശ്വസിക്കുക ദൈവ പൈതലേ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ക്ഷമിക്കുവാൻ കഴിയാതെ
ഹൃദയത്തിനകത്തെ നിർമ്മലത നഷ്ടപ്പെടുത്തി ഞങ്ങളിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് വേറൊരു വ്യക്തിയെ ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല, വേറൊരു വ്യക്തിയെ എൻകറേജ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും നിഷ്കളങ്കതയോടെ നിൻ്റെ സന്നിധിയിലായിരിക്കാനും ജയകരമായ ഒരു ക്രിസ്തു ജീവൻ നയിപ്പാനും നീ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു.